ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ചർച്ച ചെയ്യുന്ന വിഷു മന്തി. ഒരു മന്തി പോസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറെ മന്തി പോസ്റ്ററുകൾ ഇപ്പൊ പൊങ്ങി വരുന്നത്. വിഷു പ്രമാണിച്ച് മന്തിക്കടകൾ ഇറക്കിയ പോസ്റ്ററുകളാണ് ഇപ്പോ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മറ്റേ വെന്നാർമൂട് സ്ഥലത്ത് കുറെ മന്തിക്കട. അല്ലല്ല, അങ്ങനെയല്ല, പക്ഷെ നമ്മൾ ആ ഒരു ഏരിയ പോയപ്പോഴത്തേക്കും മറ്റേ ഫുള്ള് മന്തിക്കട മാത്രമേ. ഹോട്ടലുകളെല്ലാം മാറിയിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു 3 വർഷത്തിനകത്ത് മന്തി ഒരുപാട് വന്നു. മറ്റേ ഇങ്ങനെ പറയും പോലെ ഇപ്പോഴത്തെ യുവതലമുറ അല്ല മന്തി ഇപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയാലും ഉച്ചക്കായാലും ആ ഒരു എല്ലാ ഒരു ഇതിലും നല്ല ആൾക്കാരാ. പക്ഷെ നല്ല ആൾക്കാരല്ല, ആൾക്കൂട്ടാ. അതെ, അതങ്ങനെ. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. ഉച്ചക്കാണെങ്കിലും ചിലപ്പോൾ വൈകുന്നേരം ആണെങ്കിലും എപ്പോഴും പ്രിഫറബിൾ ചോയ്സ് ആണ്. പിന്നെ ഇപ്പോഴും ഗ്യാസിന്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് മന്തിക്ക് കുഴപ്പമില്ല, ഗ്യാസിന്റെ അത് ബാധിക്കുന്നില്ല. അത് ശരി, ഒരിതാണ്. പക്ഷെ മന്തി ആൾക്കാരുടെ ഹൃദയത്തിലോട്ട് കുറച്ച് കൂടുതൽ ബിരിയാണിയെ കടത്തി വെട്ടി. എന്തൊക്കെ ബിരിയാണി ഇതെന്നൊക്കെ പറഞ്ഞാലും ബിരിയാണിയാണ് കിടിലം, മറ്റേ ഭയങ്കര ഇതാന്ന് പറഞ്ഞാല് മാർക്കറ്റ് വെച്ച് നോക്കുമ്പം ബിരിയാണി കുറഞ്ഞു. സത്യം. ഇപ്പൊ കൺസെപ്ഷൻ കൂടുതലും മന്തി തന്നെയാണ്. ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യണ മന്തി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകാർക്കും ഈസിയാണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒറ്റ മെനു മതി, 1-2 മെനു മതി. ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ കുറെ പേർക്ക് അതിൽ നിന്ന് തന്നെ ഫീഡ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. വേറെ കറി ബിരിയാണി ആണെങ്കിൽ ഇപ്പൊ നമ്മള് വൈകുന്നേരം പോയി കഴിക്കുക എന്നുള്ള ഒരു ചോയ്സ് ഒന്നും അങ്ങനെ ആരും എടുക്കൂല. എല്ലാരും എടുക്കൂല. മിക്കവരും ഉച്ചക്ക് ബിരിയാണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ലഞ്ചാണ്. പിന്നെ രാത്രി അത്രയും പോകും കഴിയും. അല്ലെങ്കിൽ മറ്റേ 3 മണി മറ്റേ ചെന്നൈ ബിരിയാണി അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം. ഹൊസ്കോട്ടെ ബിരിയാണി അങ്ങനത്തെ രാവിലെ അത് മറ്റേ ബാംഗ്ലൂരാണോ രാവിലെ അത് വേറെ ഒരു ഹൊസ്കോട്ടെ എന്നും പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്. സാധനമുണ്ട്, പേരെ കറക്റ്ററിഞ്ഞൂടാ. അപ്പൊ അങ്ങനത്തെ കുറെ ബിരിയാണികളുടെ ഇതിൽ മന്തി വൻ ആധിപത്യം സ്ഥാപിച്ചു. പക്ഷെ നമ്മള് എന്തുകൊണ്ടാണ് ഈ പോസ്റ്റർ ഇത്രയും വിവാദമാണ്? പക്ഷെ മന്തിയാണല്ലോ. അതിന് മുമ്പ് നമ്മളൊരു ഇത് കൊടുത്തേ. അതെ, തള്ളുമ്പോ ഇങ്ങനെയൊക്കെ തള്ളും. മറ്റേ 5 പുറത്തിൽ കവിയാതെ എഴുതാന്ന് പറയുമ്പോ ഇങ്ങനെ എഴുതണ്ടേ? അതെ. അപ്പൊ മന്തി മാത്രമല്ല, മന്തി കടകളിലാണ് ഇപ്പോ വിവാദത്തിൽ നിൽക്കുന്നത്. അത് ആ കട മന്തി പോസ്റ്റർ വിവാദമായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷുവിന്റെ ഒരു ഇതിന് പോസ്റ്റർ ഇറക്കി. അതൊരു പോസ്റ്ററിൽ എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞു. പോസ്റ്ററിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു കുഞ്ഞ് ഉണ്ണിക്കണ്ണൻ, ഉണ്ണിക്കണ്ണൻ. ഈ വെണ്ണ തിന്നുള്ള ഒരു ഫിഗർ ഇല്ലേ, കൊച്ചു മറ്റേ ചെറിയ ഇത് മതവികാരം വ്രണപ്പെടും ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മള് പറഞ്ഞ വ്രണപ്പെടൂല. അപ്പൊ നമ്മളുടെ ആൾക്കാർ ഇത് നോക്കും. അതായത് ആൾക്കാർ മെയിനായിട്ട് നോക്കണം, പേര് നോക്കും. ഇപ്പൊ എന്റെ പേര് ശ്രീകാന്ത് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തള്ളക്കുള്ളി കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഹാഷിമാണ് വന്നിരുന്ന് പറയണമെങ്കിൽ ചിലപ്പോ ചിലർക്ക് വികാരപ്പെടും. ഇപ്പൊ ഈ മന്തിക്കടയുടെ പേര് തന്നെ ഇപ്പം ആ ഒരു പേര് ചിലപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അന്നപൂർണ മന്തിക്കടയെന്നായിരുന്നെങ്കിൽ അവര് കൃഷ്ണന്റെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആരും വലുതായിട്ടൊന്നും പറയൂല. അതെ അതെ, അന്നപൂർണ മന്തിക്കടയെന്ന് വന്നാലും ആൾക്കാർ കേരളത്തിലില്ല. അല്ല, ഒരു നമ്മളെ ഇന്നലെ രാജ മന്തിക്കട എന്ന് പറഞ്ഞാൽ കേറാൻ സാധ്യതയില്ല. നമുക്കൊരു ഇത് കേൾക്കുമ്പോ ഒരു അറബിക് സാധനം വരണം പേരിനുള്ളിൽ. ഒരു അൽ മന്തി, അൽ ബുർജ് മനസ്സിലാക്കിയിട്ടില്ല, എന്നാലും കേൾക്കുമ്പോ ഒരു ഇമ്പമുണ്ട്. ഒരു അറബിക് സാധനം അല്ലേ, ഒരു അറേബ്യൻ ഫീൽ കിട്ടണം. അപ്പൊ പറഞ്ഞു ഉണ്ണിക്കണ്ണനെ നമ്മളല്ല അവര് മന്തിയുടെ ഫ്രണ്ടിൽ വെച്ചു.
അതൊക്കെ ഒരു മന്തിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ വെണ്ണയ്ക്കും പകരം ഇതെടുക്കണ പോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ചെയ്തായിരിക്കും. അവര് ചെയ്തത് ഒരു മതസൗഹാർദ്ദപരമായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ഒരു പോസ്റ്ററില് ഒരു നീല കൈ വന്നിട്ട് ഈ മന്തി എടുക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ. അത് ഇവിടെ നമ്മള് പോകുന്ന സ്ഥിരം, അത് നമ്മള് കഴക്കൂട്ടത്ത് സ്ഥിരം പോകുന്ന ഒരു മന്തിക്കടയിലെ ആള് കേൾക്കുന്ന പക്ഷെ നല്ല മന്തിക്കടയാ. അല്ല നമ്മളെപ്പോഴും ഇഷ്ടമുള്ള സാധനം. നിങ്ങൾ പലപ്പോഴും ചിലപ്പോ ആരെങ്കിലും ഒക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടു കാണും. ഈ ഒരെണ്ണം വിവാദമായപ്പോ കുറെ എണ്ണം ഇതേപോലത്തെ പൊങ്ങി പൊങ്ങി വന്നായിരുന്നു. അത് കുറച്ച് വിവാദമായി വന്ന് അതിനുശേഷം മറ്റേത് വിവാദം ആയില്ല. ഇതൊന്നും അവിടെ അവര് പയ്യെ വിവാദം ഡിലീറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഹാപ്പി വിഷു പോലെ അവര് ഇതിനു വേണ്ടിട്ട് പോസ്റ്റർ ഇട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഭയങ്കര വിവാദമായി. അത് വിവാദമായി. അത് പിന്നെ അത് ആലോചിച്ച ആൾക്കാര് അയ്യോ ഇത് ശരിയാണല്ലോ, അങ്ങനെ ഒരു ആ ഒരു ട്രെൻഡ് അങ്ങ് പോയി. അല്ല ആദ്യം എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ അതിനെ ഒന്നും പറഞ്ഞില്ല. റെഡിറ്റിലൊക്കെ ഇത് പോസ്റ്റിങ്ങിന് വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇത് എത്ര സീൻ ആവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ച നടന്നു. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഒന്ന് കത്തി തുടങ്ങിയത്. അത് ഒരു പിന്നെ അവര് അപ്പോളജി ഒക്കെ വന്ന് വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് കേസായി പോലീസ് അറസ്റ്റ് ഒക്കെ ചെയ്തു. വേറെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ന്യൂസ് നോക്കിയോ 3 പേരെ എന്തോ അറസ്റ്റ് ചെയ്തു. അപ്പൊ എന്തിന്റെ പേരിൽ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ളതായിരിക്കും. മറ്റേ ഹിന്ദു ഐക്യവേദി അവരൊക്കെയാണെന്ന് തോന്നുന്നു മാർച്ച് ചെയ്ത് കേസൊക്കെ കൊടുത്തത്. അപ്പം അതിന്റെ പേരിലായിരിക്കും. അല്ല ഇതിപ്പം എനിക്ക് തോന്നുന്നു അത് ഡിപ്പെൻസ് ആണ് ആൾക്കാർ എങ്ങനെ എടുക്കാന്നുള്ളത്. അപ്പം ചിലർ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു മതസൗഹാർദ്ദമായ പോസ്റ്റ്, ചിലർ നോക്കുമ്പോഴത്തേക്ക് അവർക്കിത് ഇങ്ങനെ ഉണ്ണി മൂന്നിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് ഹേർട്ടായെന്നുള്ളത്. എനിക്ക് ആൾക്കാർ അനുസരിച്ചായിരിക്കും. ഇപ്പം ഈ ഒരു മതത്തിൽ തന്നെ ഇപ്പം 1 കോടി ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ കുറച്ച് പേർക്കായിരിക്കും ഹേർട്ടാവണം, കുറച്ച് പേർക്ക് ഹേർട്ടാവില്ല, കുറച്ചൊരു ലൈറ്റ്. അപ്പൊ അതിങ്ങനെ കേസ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് അതെനിക്ക് അത് ആരാണ് ഈ ഒരു മതത്തിനെ ഓൺ ചെയ്യണേന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അല്ല പക്ഷെ എനിക്ക് ഒരിക്കലും വിചാരിച്ചില്ല മറ്റേ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. എല്ലാരും മിക്കവരും ലൈറ്റ് ആയിട്ട് എടുക്കുന്ന സാധ്യത പണ്ടും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്ന് വെച്ചാൽ വിഷു എന്ന് പറഞ്ഞ ഉത്സവമല്ലേ, വിഷു, ഓണം, പിന്നെ അങ്ങനത്തെ റംസാൻ, ഇത് ക്രിസ്മസ്, അതൊക്കെ ഉത്സവം പോലെയാണ്. എല്ലാരും കേരളത്തിൽ മൊത്തം ആഘോഷിക്കണ ഒരു സാധനമാണ്. ഒരു എല്ലാവർക്കും ഹാപ്പി വിഷു, അത് ഹാപ്പി ക്രിസ്മസ്, അങ്ങനെയൊക്കെ അത് നമ്മള് എല്ലായിടത്തും പറയണതാണ്. മഹാബലിയെ കൊണ്ടിരുത്തി ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അല്ല മഹാബലിനെ ഇടയ്ക്ക് വെച്ച് ഈ എന്തോന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് വിഷു, അതല്ല വിഷു, റംസാനും ക്രിസ്മസ് അല്ല ഈസ്റ്ററും കൂടെ ഒരുമിച്ച് വന്ന് അവിടെ ഇവരെല്ലാരും കൂടെ വന്നിരിക്കുന്നതും അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ട്. അത് 3 എല്ലാരെയും ഒരു ഇത് വെച്ചിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് വിവാദമൊന്നുമില്ല, അത് ആൾക്കാർ ഏറ്റെടുത്ത്. മറ്റേ ബെസ്റ്റിലും റെസ്റ്റോറന്റിലൊക്കെ 3 പേരുടെയും പണ്ട് റീലിൽ എപ്പോഴും ഇതായിരുന്നു. ഒരാള് മറ്റേ കാശായ ഡ്രസ് ഇട്ടോണ്ട് വരും, പിന്നെ മറ്റേ തൊപ്പി വെച്ചോണ്ട് വരും, ഒരാള് മറ്റേ ഇപ്പോഴാണ് നമ്മൾ അത് റീല് ട്രെൻഡ് ആയിരുന്നു. അതിന് ഈ പണ്ട് ഇപ്പം എല്ലാ കടകളിലും ഇതുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോയിൽ 3 ഇതിലുള്ള ഒരു ചന്ദ്രക്കല, ഒരു ഇത് ഗണപതി, ഒരു യേശുവിന്റെ ഇത് എല്ലാത്തിലും ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കടയിലും അവിടെ ഉള്ള മിക്കവരുടെ കടയിലും ഇങ്ങനെ വെക്കും. എല്ലാവരുടെ കടയിലും ഇങ്ങനെ വെക്കും. സൗഹാർദ്ദം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു മുഖമുദ്രയാണ്. തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ പാളയത്ത് നമ്മുടെ ഗണപതി അമ്പലവും പള്ളിയും മറ്റേ പള്ളിയും കൂടെ അടുത്തിരിക്കുന്ന ഫോട്ടോ എപ്പോഴും. അതെ, ഇതൊന്നും ആൾക്കാർ അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കിടക്കാറില്ല. ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് നമ്മൾ മറ്റേ മൂന്ന് എന്തോന്ന് 3 പടങ്ങളും വെച്ച് ഇത് വയ്ക്കാം. അതൊന്നും അങ്ങനെ പണ്ട് ഇതൊക്കെ ഒരു സാധാരണ വരുന്നു. പക്ഷെ ഇപ്പൊ അത് കൂടുതൽ പറഞ്ഞു കിടന്നിട്ട് അത് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനമാണ്, ഇവിടെ പ്രശ്നങ്ങളില്ല. ഐഡിയലി പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളൊരു സാധനം കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴും ഉണ്ട്. പിന്നെ പണ്ടും ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുമായിരുന്നു, മറ്റേ ബുർക്ക ഇട്ടിട്ട് കൃഷ്ണനായിട്ട് വേഷം മാറി മറ്റേ അല്ല അതിന്റെ കുറെ റീലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറെ റീലും കുറെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാധനമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്, അതായത് വേറെ മതം ഇതായിട്ടൊക്കെ പോകും, അതൊന്നും പ്രശ്നമില്ല. ഇതാണ് കേരളത്തിലുള്ള ഭൂരിഭാഗമുള്ള ആൾക്കാരും സെക്യുലർ
വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു ആൾക്കാരാണ്. അപ്പോഴങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോഴാ ഒരു ഇത് ഇപ്പോഴും ഈ ഒരു ആൾക്കാർ ഇപ്പോഴും അത് മാറി മാറി വരുമ്പോ നമുക്ക് മാറുന്നോ എന്നൊരു സംശയം വരും. ഉണ്ണിമൂന്തൻ പോസ്റ്റ് ഒക്കെ രാഷ്ട്രീയ താല്പര്യവും കൂടെ ആണോ എന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു മതപരമായിട്ടുള്ള സാധനം ഇപ്പൊ രാഷ്ട്രീയവൽക്കരണമാണ്. ഇപ്പൊ അതാണ് മെയിൻ സാധനം. ഇപ്പം ചിലർക്ക് ഇപ്പൊ ഇത് ഫസ്റ്റ് നോട്ടത്തിൽ കാണുമ്പോഴത്തേക്ക് അത് ലൈറ്റ് ഹാർഡ് ആയിട്ട് എടുക്കുമായിരിക്കും. ഇപ്പം പക്ഷെ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ 1-2 പുഷ് കൊടുക്കുമ്പോഴത്തേക്കും അവരാലോചിക്കും, ശരിയാണല്ലോ, നമ്മളുടെ ദൈവമല്ലേ, അപ്പം പുള്ളി വെജിറ്റേറിയൻ ആണല്ലോ, അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വച്ചത് മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ചെയ്യണല്ലേ എന്നുള്ള രീതിയിലാണ്. 2-3 തവണ ഈ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഈ തോട്ട് പ്രോസസ്സിനെ മാറ്റാൻ കുറച്ചാളും നോൺ ഹലാൽ ഫുഡ് റെസ്റ്റോറന്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു തുപ്പൽ വിവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഇങ്ങനൊരു സാധനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹലാൽ അല്ലാത്ത സാധനങ്ങൾ വാങ്ങണം, ഹലാലല്ലാത്ത സാധനങ്ങൾ മാത്രമേ ഇവിടെ മറ്റേ വിൽക്കുള്ളൂ, അല്ല അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കിട്ടണം ആൾക്കാർക്ക്, നമുക്ക് ഹലാലല്ലാത്ത വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഇടയ്ക്കുണ്ടായിരുന്നു. അല്ല അങ്ങനത്തെ കുറച്ച് ധ്രുവീകരണ സെറ്റപ്പുകൾ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇച്ചിരി കത്തിപ്പോയി. അത് അവര് ആ കടയുടെ ഒരു ഭാഗത്ത് അത് ഉദ്ദേശിച്ച് ചെയ്തതല്ല. അവർക്കൊരു എനിക്ക് തോന്നുന്ന ഫെസ്റ്റിവലിന്റെ ഇടയ്ക്ക് അവരത് എയിലൊക്കെ വെച്ചിട്ട് വിഷു വെച്ചിട്ട് ഒരു പോസ്റ്റർ സെറ്റ് ചെയ്യൂ, അങ്ങനത്തെ ഒരു സാധനമാണ് പുഷ് ചെയ്തത്. ഒരു പ്രൊമോഷന് വേണ്ടി പുഷ് ചെയ്തതാ. പിന്നെ അത് അത് ഇപ്പോഴത്തെ കാലത്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാർക്കറ്റിംഗ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ അത് നോർത്തിലോട്ട് പോയി. ഇപ്പം കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടേ അവര് ചിത്രീകരിക്കണോ ഇവര് ഇങ്ങനെ ഇട്ടു, അങ്ങനെയാണ് പുഷ് ചെയ്ത് കൊണ്ട് ഇവിടെ ഇതൊക്കെയാണ്. അല്ല പിന്നെ അത് കേരളത്തിന്റെ ഒരു മുഖച്ഛായക്കും കൂടെ പ്രശ്നമാണ്. കേരളത്തിലായോണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, കേരളക്കാരെല്ലാം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു അജണ്ടയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഒരു അജണ്ടയുണ്ട്. അവർക്ക് അങ്ങനെ നമ്മുടെ ഇവിടെ ആ ഒരു രീതിയിൽ കാണുന്നില്ല. അപ്പൊ ആ ഒരു ഇതിന് പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് അവരുടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയതുപോലെ തോന്നി. അല്ല എനിക്കും തോന്നിയത് അവര് ഇപ്പം ഒരു ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് തകരുന്ന ഒരു സാധനം അല്ലെങ്കിൽ അവർക്ക് ഒരു മോശം ഇത് വരുന്ന സാധനം അവർ ചെയ്യൂല. അപ്പം ഇത് അവരെല്ലാം ലൈറ്റ് ഹേർട്ട് ആയിട്ട് ചെയ്തൊരു സാധനം അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണല്ലോ ഇങ്ങനെ പോകും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 പേര് വീണ്ടും അത് ഏറ്റുപിടിച്ച് മന്തിക്കടക്കാർ വീണ്ടും ഇടൂലല്ലോ. അവരിപ്പം ഒരു മതം നോക്കിയിട്ടല്ലോ അവര് ബിസിനസ് നടത്തണം. ഒരു മതം നോക്കി മാത്രം ബിസിനസ് നടത്താനും പറ്റൂല. ഇപ്പൊ നമുക്ക് ഓണം ആണെങ്കിൽ മാവേലിയാണ് ഒരു പോസ്റ്ററിൽ വെക്കാം, ഓണം ഒന്ന് എല്ലാവർക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇപ്പൊ വിഷു ആകുമ്പോ ഒന്നി കണിക്കൊന്ന വെക്കാം, പിന്നെ ഉണ്ണിക്കണ്ണനെ ഉള്ളൂ അല്ലേ, ഒരു ഫെസ്റ്റിവൽ കാണിക്കാൻ വേണ്ടി. കൃഷ്ണൻ തന്നെയാണ്, കണിയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കൃഷ്ണൻ തന്നെ അല്ലേ മെയിൻ. മറ്റേ കണി കാണാൻ നേരത്ത് കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ ഫ്രണ്ടിലല്ലേ ഇതെല്ലാം വെക്കണേ. പിന്നെ ഈ കൃഷ്ണൻ അത് ഈ നമ്മുടെ ഭാഗത്തേ ഉള്ളൂ, മുകളിലോട്ടൊക്കെ കണ്ണാടിയൊക്കെ വെക്കുന്നു അത് സൂപ്പർ. ഒരു ചക്കയൊക്കെ വെച്ചപ്പോ തന്നെ ഒരു പാതി സ്പേസ് തീരും. പിന്നെ 2 പഴം, ഒരു ഉടനെ പഴം. ഞാനാണ് ഇവിടെ നിന്ന് ലൈവും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോ അവിടെ എല്ലാം ഒരുക്കി വെച്ചേക്കണം. അപ്പോഴും തന്നെ കണ്ടു. കണ്ടിട്ടൊരു ഈ റീലിൽ കാണുന്നതും ആൾക്കാർ ഇടണതും കണ്ടിട്ടൊരു ഒരു ഇന്റർനാലിറ്റി ഇല്ല. അത് നീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് ഇട്ടാലും അതിന്റെ ഒരു ഇത് കിട്ടും. നമ്മള് സിനിമയെ കാണുന്നതും റീലിൽ കാണുന്നതും തമ്മിൽ അവര് ചിലപ്പോ കുറച്ചും കൂടെ എസ്തെറ്റിക് ഫോളോ ചെയ്യുന്ന ആൾക്കാരായി. കണ്ണാടി, പിന്നെ വാൽക്കണ്ണാടി, പിന്നെ മറ്റേ ഇത് മുണ്ട്, ഒരു നല്ല വെള്ള മുണ്ട്, പിന്നെ ഒരു ഗോൾഡ് എന്തെങ്കിലും വയ്ക്കും അവര്, സ്വർണ്ണമൊക്കെ വയ്ക്കും. അത് റിച്ച് വേണം. ഇപ്പോഴത്തെ ഗോൾഡിന്റെ പൈസ വെച്ചിട്ട് ഗോൾഡ് വെക്കണ്ട, ഒരു മാലയൊക്കെ എവിടെയും വെക്കും. എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ. കളർ മഞ്ഞ മതിയല്ലോ, റോൾഡ് ഗോൾഡ് ആണെങ്കിലും വെച്ചാൽ മതി. ഒരു ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകം. പോസ്റ്റർ അല്ല, വിഷുവിന് മെയിൻ സാധനം. അത് വേറൊരു റീല് കണ്ടായിരുന്നു. അത് ട്രെയിനിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ ട്രെയിനിൽ പോവുകയാണല്ലോ, അപ്പോഴ അവർക്ക് കണി കാണാൻ പറ്റൂലല്ലോ. അപ്പോഴ് ഒരു ആള് വന്നിട്ട് എല്ലാവർക്കും കണി, മറ്റേ ഫോണില് ശ്രീകൃഷ്ണനെ, പിന്നെ ഇവിടെ ഒരു പഴുത്തഴുവി ഒരു പഴം അവിടെ എല്ലാരും ഓണത്തിന് കണി.
അതവര് നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. കണ്ടപ്പോ എനിക്കൊരു ഒരു ചിരി വന്നു, ചിരി. അല്ല, ഇതില് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഇമേജസ് ഇല്ലേ ദൈവങ്ങളുടെ, അത് കുറച്ചും കൂടി ജനകീയമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. ഫോർ എക്സാമ്പിൾ ജയ് ഹനുമാൻ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ജനകീയമായൊരു സാധനമാണ്. അതുപോലെ തന്നെ കൃഷ്ണന്റെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സാധനം ഒരു കാർട്ടൂൺ ഫിഗർ പോലത്തെ ഒരു സാധനവും കൂടി ആയിട്ട് ആൾക്കാർക്കുണ്ട്. ഇപ്പൊ കൃഷ്ണന്റെ ഒരു വലിയ ഫോമാണ്, മറ്റേ നമ്മൾ മറ്റേ ജയ് ശ്രീകൃഷ്ണ മറ്റേ സീരിയലൊക്കെ ഓടക്കുഴലൊക്കെ വെച്ച് ആ സാധനം എന്ന് പറയുന്നത് ഒരു ഗോഡസ് ഫിഗർ ആയിരിക്കും മിക്കവർക്കും തോന്നുന്നത്. പക്ഷെ ഈ കാർട്ടൂൺ, കൃഷ്ണന്റെ കാർട്ടൂൺ ഉണ്ട്, ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ പണ്ട് സീരിയലിലൊക്കെ ഉള്ളതേ എന്ന് പറഞ്ഞ കുസൃതിയാണ്, കുണ്ടണിയാണ്. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു എന്താ പറയണ ഒരു അതിനകത്തൊരു ക്യാരക്ടറും കൂടിയാണ്. അതും കൂടി വെച്ചിട്ടായിരിക്കും അവരത് വച്ചത്. ചിലപ്പം ഇപ്പൊ ഈ സെയിം സാധനത്തിൽ ചിലപ്പം ഒരു ശിവന്റെയോ ഒരു രാമന്റെയോ ഒക്കെ സാധനമൊന്നും അവർ വയ്ക്കാൻ ഒരിക്കലും അവരുടെ മൈൻഡിൽ പോകില്ല. കാര്യം അവർക്കത് അറിയാം, അതൊരു ഇത് വ്രണപ്പെടും എന്നുള്ളൊരു സാധനം അവർക്ക് അല്ല. ഇവിടെ പോപ്പുലർ അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള ഫിഗേഴ്സ് ഇല്ല ഇപ്പം, അതൊക്കെ കുറച്ചും കൂടി എല്ലാ ആൾക്കാർക്കും ജനകീയമായതുകൊണ്ട് ചിലപ്പോൾ അവർ അങ്ങനെ ഒരു വിചാരിച്ച് കാണൂലെന്നാണ് എനിക്ക് തോന്നണം. എനിക്കിത് കണ്ടിട്ടൊന്നും വ്രണപ്പെട്ടില്ല. മാർക്കറ്റിംഗ് ടീമിന്റെയും കൂടെ ഒരു മിസ്റ്റേക്കാണ്, അവരതും കൂടി ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അതൊരു എററാണ്, അതൊരു ഇന്റൻഷ്യലി ചെയ്തതല്ല. അതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ ഒരു പോക്കും ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഇതും കണ്ടിട്ട് അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതാണ്. എന്ന് വെച്ചാൽ പക്ഷെ ഇപ്പോഴത്തെ ഈ എററാണ്, പക്ഷെ അതിനെ അവരിങ്ങനെ ഈ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പം എന്റെ മതവികാരം വ്രണപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഇതിലോട്ടൊക്കെ സംസാരിക്കുന്നത് അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. അത് ഏതാണ് ഇപ്പം ഇത് കണ്ടിട്ട് എനിക്ക് എന്റെ മതവികാരം വ്രണപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ടോക്സുകളുണ്ടല്ലോ, അത് കുറച്ച് എക്സ്ട്രീമിലോട്ട് പോകുന്നത് പോലെ തോന്നി. അത് കുറച്ച് ആൾക്കാർ ഇപ്പൊ എക്സ്ട്രീമാണ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾക്ക് അന്നും ദൈവവിശ്വാസം ഇല്ലാത്തതാണ് നീയൊക്കെ അത് പറയണത്, നിനക്കൊക്കെ എന്തും പറയാം, എന്റെ മതവികാരം വ്രണപ്പെടുന്നത് എന്റെ ഇതാണെന്നൊക്കെ അവർ പറയും. ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഇപ്പൊ മുസ്ലിങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഒരു സാധനം പറയണമെങ്കിൽ അവരും ചോദിക്കും നീയൊക്കെ മറ്റേ മതമായതുകൊണ്ട് നമ്മളെ. ക്രിസ്ത്യൻസിൽ ഇപ്പൊ ഈ ഒരു സംഭവം കണ്ടുവരുന്നുണ്ട്, പറഞ്ഞൊരു സാധനം ഇപ്പം വ്രണപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ ഈ ക്രിസ്മസ് പപ്പയും ഇതേപോലെ ഭയങ്കര എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ കുരിശ് എവിടെ വയ്ക്കുന്നു അതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല ഇപ്പം ഹിന്ദുസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതില് ജനിച്ചുകൊണ്ടൊന്നും അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും സെക്യുലറായിട്ട് ബാക്കി മതങ്ങളെക്കാട്ടി ഏറ്റവും സെക്യുലറും കുറച്ചും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മതപഠനമൊന്നും കുറവുള്ളതും കൊച്ചിയിലെ തന്നെ അങ്ങനെ ഒരു സാധനവും ഇല്ലാത്ത അങ്ങനെ ഒരു അത്രയും ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു മതം ഹിന്ദു മതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും പറഞ്ഞത് ചിലപ്പോൾ അതിപ്പോ ആൾക്കാർ കേൾക്കുമ്പോൾ വേറൊരു ഇത് തോന്നും. പക്ഷെ എനിക്കും തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യണ ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കൊച്ചിലെ ആണെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ ചിലയിടത്ത് കാണുമായിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അവൻ്റെ ഇതിൻ്റെ എനിക്കറിയാം. അതായത് നമുക്കിപ്പം അമ്പലത്തിൽ പോകണമെന്നുള്ളൊരു പുഷൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പോയില്ലെങ്കിൽ പോയില്ല. ഇപ്പൊ വീട്ടുകാർ പോകണമെങ്കിൽ ചിലപ്പോൾ അവരെ കൊണ്ട് ആയി കൊടുക്കുമായിരിക്കും, അവര് വേണമെങ്കിൽ പോട്ടെ. ഇപ്പൊ നമ്മളെ കമ്പൽഷൻ ഇല്ല. ഇപ്പൊ ഉത്സവം നടന്നാലും നമ്മൾ പോകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോവും, ആ പറമ്പിലായിരിക്കും പോകണം, അകത്ത് ഒരു തൊഴുവൊന്നുമില്ല, നമുക്ക് തോന്നിയാലേ പോവുള്ളൂ. അതിലങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ പഠിപ്പിക്കാനൊന്നും ആരും വരൂല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മളിപ്പോ അമ്പലത്തിൽ പോയില്ലെന്നും പറഞ്ഞിട്ട് അവിടുത്തെ പൂജാരിയൊന്നും വിളിച്ചിട്ട് നമ്മളെടുത്ത് പറയൂല നീ ഇങ്ങനെ വരണം ഇല്ലെങ്കിൽ ഇത് ചെയ്യുമെന്നും പറയൂല. എന്നാലും നമ്മള് അങ്ങനെ നമ്മളത് എടുക്കൂല. അങ്ങനെ ഒരു സാധനം ഉണ്ട്. കാര്യം പിന്നെ പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണല്ലോ. അപ്പൊ അവിടെ കുറച്ചുകൂടെ ഇപ്പൊ നമ്മളൊരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഹിന്ദുസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു റിലാക്സേഷൻ ഉണ്ട്, നമ്മുടെ രാജ്യത്തൊരു റിലാക്സേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം, നമ്മളിപ്പോ ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന നമ്മുടെ പേരിന്റെ ബലത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് ഉണ്ട്. ഇപ്പൊ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളാണ് ബാക്കിയുള്ള
ഇവരൊക്കെ. അപ്പൊ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു പൊളിറ്റിക്സും കൂടെ ഉണ്ട്. അവർക്ക് ഈ ഇങ്ങനെ ഇതായിട്ട് നിക്കുക അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എടാ ഇത് എനിക്ക് തോന്നിയത് ഇപ്പം ഈ ഒരു സാധനം ഇത്രയും പ്രശ്നമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവര് അങ്ങനെ എടുക്കൂല, പിന്നെ എന്തിനാണ് നമ്മള് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പറഞ്ഞു മുസ്ലിംസിന്റെ പോർക്കിന്റെ ഒരു സാധനം അവരെങ്ങനെയാണ് ഒരു സാധനം വന്നായിരുന്നു, ഒരു പോസ്റ്റർ കണക്ക് കണ്ടായിരുന്നു. അവരത് അക്സെപ്റ്റ് ചെയ്യൂലല്ലോ. പിന്നെ മറ്റേ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്, മുഹമ്മദ് പേര് എഴുതിയനുമാണ് അവരെ കൈവെട്ടിയ ആ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അവരത്ര റിലാക്സ് അത് അവര് പറയണ അവരെ യൂണിറ്റിയും അവരങ്ങനെ എടുക്കുന്നില്ലല്ലോ, പിന്നെ നമ്മളെ മതം മാത്രം എന്തിനാണ് എടുക്കുന്നത്? അങ്ങനെയാണ് ഇപ്പം അങ്ങനെ വ്രണപ്പെട്ടവരെ എണ്ണം കുറവായിരിക്കും, എങ്കിലും അവര് ചിന്തിക്കുന്നത് വ്രണപ്പെട്ടതല്ല, അവര് ചിന്തിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, അവരിങ്ങനെ എടുക്കൂ. ആ കമ്മ്യൂണിറ്റി ഇങ്ങനെ എടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് മാത്രം നമ്മളുടെ ദൈവങ്ങളെ മാത്രം എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമായിരിക്കും അവർ കൊടുക്കുന്നത്. അതില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു പ്രശ്നമില്ലാതെ ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും 10 തവണ ഇതുപോലത്തെ സാധനങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അവർക്ക് ഇതാവും. ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഈ ഒരു സാധനം കണ്ടിട്ട് അവരൊന്നും സ്ക്രോൾ ചെയ്യണമെങ്കിൽ അടുത്ത കാണുന്ന വീണ്ടും അതേപോലെ സാധനങ്ങളായിരിക്കും. 10 ദിവസം ആകുമ്പോഴത്തേക്കും അവരുടെ മൈൻഡിൽ ഈ സാധനം ഫീഡായി അവർ സെറ്റ് ആവും. അപ്പം ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയും കാണും. പിന്നെ നെക്സ്റ്റ് ടൈം അവർ വോട്ടിങ്ങിന് പോകുമ്പോഴും ചിലപ്പോൾ ഇതൊക്കെ അവരെ ഇൻഡയറക്ട്ലി ആണെങ്കിലും ചിലപ്പം ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി കത്തിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ കത്തിച്ച് ഇത് സെറ്റ് ചെയ്ത് ഇപ്പം അതൊരു പ്രശ്നം ഇറത് പറ്റി, ഒരാള് മാപ്പ് പറഞ്ഞു, അതൊരു തെറ്റ് പറ്റി, അവർ അക്സെപ്റ്റ് ചെയ്ത് തെറ്റ് പറ്റി, ഇനി അത് ശ്രദ്ധിക്കാന്ന് മാപ്പ് പറഞ്ഞു. എന്നിട്ടും അവര് ഒരു ഇതില്ലല്ലോ, എന്നിട്ടും അത് അവര് അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതൊരു എന്താ പറയണ്ട ഒരു ഇതല്ലേ അത്രത്തോളം. ഇപ്പൊ അതിന് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു ക്യാരക്ടർ ഇപ്പം വാഴയിൽ തന്നെ അല്ല, ഇതിൽ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിൽ ആരാണ് സത്യം പറഞ്ഞ മാപ്പ് കൊടുക്കാനുള്ളത്? എന്തായാലും കൃഷ്ണ ബന്ധം എന്തായാലും മാപ്പ് കൊടുക്കൂല. പിന്നെ ഇതിൽ മാപ്പ് കൊടുക്കാനുള്ളത് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എന്താ ഇപ്പൊ എല്ലാ ആൾക്കാരും കൊടുക്കണോ മാപ്പ്? അതോ അതിലുള്ള ഒരു ഈ വ്രണപ്പെട്ട ആൾക്കാർ മാത്രം മാപ്പ് കൊടുക്കണം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വ്രണപ്പെട്ട ആൾക്കാർ മാത്രം മാപ്പ് കൊടുക്കണമായിരിക്കും. അതെങ്ങനെ അവർ ഇത് ബൈ ലോ അല്ലെ? സത്യം പറഞ്ഞ കേസ് കൊടുത്ത് ബൈ ലോ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അല്ലേ അല്ല ഇതിപ്പോ ഈ ഒരു സാധനം അല്ല. ഇപ്പം മന്തിക്ക് മാപ്പ് കൊടുക്കണം ആ ഒരു വിഷയമല്ല, അത് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കൂടുതലാണ്. പിന്നെ അവർക്ക് ഇത് പിൻവലിക്കേണ്ടിയും വരും. മാപ്പ് അവരുടെ ഇതിനെ ക്രെഡിബിലിറ്റിയെ ചിലപ്പം കുറച്ച് നാളത്തേക്ക് ബാധിക്കും. ആ ഒരു ബ്രാൻഡിന്റെ മന്തിയുടെ അല്ല, ആ ഒരു കടയുടെ കുറെ പേര് ചിലപ്പം ഇത് തന്നെ പറയും. ബോയ്ക്കോട്ട് എന്നുള്ളൊരു സാധനം ഈ റീസെന്റ് ഭയങ്കര ഇതാണ്. അത് എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ട്. ചില ബ്രാൻഡുകൾ അവർ പറയുന്നത് ബോയ്ക്കോട്ട് ചെയ്യണം, ബോയ്ക്കോട്ട്. ആ സാധനം ചിലപ്പോൾ ഇവിടെ കുറച്ച് നാളത്തേക്ക് ഇമ്പാക്റ്റ് ആവും. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അത് എനിക്കുണ്ട് 2019 എന്തോ ആണ്. സർഫ് എക്സൽ ഇല്ല മറ്റേ കാരം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ടാഗ് ലൈൻ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഹോളി സമയത്ത് ഇവിടെ കേരളത്തിലൊന്നും കാണുമ്പോഴല്ല ഹോളിയൊന്നും, നോർത്തിലോട്ട് ഭയങ്കര എക്സ്ട്രീമാണ്. അവർ ചില സമയത്ത് ഈ മോബ് ഒരു ദിവസം അവർക്ക് ഫുൾ ഫ്രീഡമാണ്, ആരാണോ എന്തുവേണോ ചെയ്യാന്നുള്ളത്. അവർ ഈ വഴിയെ പോണ ആൾക്കാരെയൊക്കെ പിടിച്ച് ഇതാക്കും. ഈവൻ താല്പര്യമില്ലെങ്കിലും സ്ത്രീകളാണെങ്കിലും അവര് ചില വീഡിയോയിലൊക്കെ ഹരാസ് ചെയ്യണ വീഡിയോയിലും ഉണ്ട്. എന്നുവെച്ചാൽ താല്പര്യമില്ലെങ്കിൽ പിടിച്ച് നിർത്തി അങ്ങ് തേച്ചൊക്കെ വിടും. ഈ പ്രത്യേകിച്ച് ഫോറിൻ ആൾക്കാരെയൊക്കെ പിടിച്ച് തേച്ച് വിടും. അപ്പം അങ്ങനത്തെ സാധനമുള്ള സമയത്താണെന്ന് തോന്നുന്നു അവരൊരു പരസ്യം ഇറക്കിയത്. ഒരു ഹിന്ദു പെൺകുട്ടി എന്തോ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഫുള്ള് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഈ ആൾക്കാരെ നിന്ന് ഫുൾ ഹോളി സാധനം എറിഞ്ഞ് വാങ്ങിപ്പിക്കും. എന്നിട്ട് ഒരു കൊച്ചെന്തോ മറ്റേ നിസ്കാരത്തിന് പോണൊരു കൊച്ചുണ്ട്, അപ്പം തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു കൊച്ചിനെ പള്ളിയിലെത്തിക്കണം. പള്ളിയിലെത്തുമ്പോഴത്തേക്ക് ഇത് കറയില്ലാതെ ഇതില്ലാതെ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നൊരു വീഡിയോ. അതായത് അവർക്ക് വേണ്ടി ആ കൊച്ചിനെ ഈ കള്ളറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് അവരെ ഏറ്റുവാങ്ങി സൈക്കിളിലാണ്ട് കൊണ്ടാക്കി. അതെ, അത് തന്നെ. പക്ഷേ അത് അന്ന് ഭയങ്കര ഇതായി ട്രെൻഡിങ് ആയി അവിടെ. എന്നിട്ട് അവർ പറഞ്ഞത് ഇതൊരു ഹിന്ദുക്കളെ വികാരം വ്രണപ്പെടുത്തുന്ന സാധനമാണ്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ എന്തോ ഒരു സാധനം. എന്നിട്ട് അന്ന് ഭയങ്കര ബോയ്ക്കോട്ട് ട്രെൻഡായ ഒരു സാധനമായിരുന്നു ഈ സാധനം. സർഫ് എക്സലിന് ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്തുമില്ല. അവരത് ഭയങ്കരമായിട്ട് ആ ആഡ് ഇട്ടുകൊണ്ടിരുന്നായിരുന്നു. അവർ പിൻവലിച്ചൊന്നുമില്ല. പക്ഷെ അവർക്കത് ഭയങ്കര പ്രൊമോഷനായിരുന്നു ആ സമയത്ത്. ആ ഒരു ടാഗ് ലൈന് ഹിറ്റായി കുറേ ആൾക്കാരിലോട്ട് എത്തി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ആൾക്കാർ മറക്കും. പക്ഷേ
പബ്ലിസിറ്റി ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അതൊരു സ്റ്റഡി പോലെ, ഒരു കേസ് സ്റ്റഡി പോലത്തെ ഒരു സാധനമാണ് ഞാൻ കണ്ടത്. അതായത് ഈവൻ തോ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവരാ സാധനം പിൻവലിച്ചില്ല. അല്ല, ഈ എനിക്ക് തോന്നുന്നു ഈ ക്യാൻസൽ കൾച്ചറ് ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കും പോലെ ഇന്ത്യയിൽ അത്ര എഫക്റ്റീവായിട്ട് നടക്കൂല എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ കുറെ സാധനങ്ങളുണ്ട്, അതൊന്നും ക്യാൻസൽ ചെയ്യാം. മന്തി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതെ, ക്യാൻസൽ കൾച്ചർ നടക്കുന്ന ഒരു പരിപാടിയല്ല. ഇപ്പൊ അവര് മാർച്ച് നടത്തണവര് എത്ര പേര് നല്ല മന്തി കഴിക്കണ എത്രയേ പേര് കാണും. അതെ അതെ. ഇപ്പം കൊക്കക്കോള നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? കൊക്കക്കോള ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അല്ലെങ്കിൽ അത് ചിലവ് പറ്റുമായിരിക്കും, പെപ്സി ഉണ്ട് ഓൾട്ടർനേറ്റ് ഉള്ളതുകൊണ്ട് പറ്റും. പക്ഷേ ഈ മന്തിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല, എന്നാലും പറ്റൂല. അത് ഭയങ്കര ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെ ക്യാൻസൽ കൾച്ചർ അങ്ങനെ എത്രത്തോളം നടക്കുന്നുള്ളത് എന്നാൽ ഇപ്പൊ ക്യാൻസൽ കൾച്ചർ സാധാരണ ഈ ആൾക്കാർക്കെതിരെയൊക്കെ കുറെ നടക്കാറുണ്ടല്ലോ, അങ്ങനെ പോലും നേരെ നടക്കൂല. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അത് മറന്നുപോകും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത്രയും യൂണിറ്റിയും അത്രയും പവറും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷെ സാധ്യതയില്ല. ഇപ്പോ ഉണ്ണിക്കണ്ണനായിരുന്നല്ലോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണിക്കണ്ണന്റെ പോസ്റ്റർ വെച്ചതാണല്ലോ പ്രശ്നം. ഇത് മാത്രം കട്ട് ചെയ്താണ് അതിപ്പോ നമ്മള് ഇപ്പൊ കേരളത്തിന്റെ ഒരു കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം മറ്റേ ഒരു ഇതായിട്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാ. ഇത് നമ്മൾ സിനിമയിൽ ഓരോ ദൈവങ്ങളിലെ അങ്ങനെ ഒരു കോമിക്കൽ രീതിയിൽ ഇപ്പം ആടിലായാലും ഉണ്ട്, ആട് 2-ലായാലും ഉണ്ട്. പിന്നെ ഇപ്പം വാഴയിൽ തന്നെ യേശു മറ്റേ വാഴ 2-ൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ഒരു സീൻ ഉണ്ടല്ലോ, കൂടെ ഇരിക്കണ്ട, അങ്ങനെയാണല്ലോ. അങ്ങനെയൊക്കെ ഹനുമാനുണ്ട് അതില്. അങ്ങനെ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. ചെറ്റത്തരം പറയില്ലെന്ന് വെച്ചാൽ ദേവലോകത്ത് മൊത്തത്തിലൊരു നമുക്കൊരു ക്യാമറ പൈസക്ക് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അന്ന് എടുത്തിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. മാറി, ആൾക്കാര് മാറുകയും ചെയ്ത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മള് കേരളത്തിനെ മാത്രം നോക്കിയാലും പോരാ, ഇന്ത്യ ഫുള്ള് മൊത്തത്തിൽ നോക്കണം. ഇപ്പം മറ്റേണെങ്കിൽ ഈ സമയം ഇവിടെ മാത്രം റിലീസ് ചെയ്താൽ മതിയല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. ഇതിപ്പം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ കേരള സ്റ്റോറി 2 ഒക്കെ ഇറങ്ങുന്ന സ്ഥിതിക്ക് അവര് ചിത്രീകരിക്കുന്നത് ഒരു ഹിന്ദു നമ്മളെ ജനിച്ച ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഒരു മുസ്ലിം കടയില് ഒരു നമ്മുടെ ദൈവത്തിനെ വെച്ചു, കേരളം അത് പുഷ് ചെയ്യുന്നു. അങ്ങനെയാണ് അവര് ഇത് അജണ്ട ആയിട്ട് എടുക്കാൻ പോകുന്നത്. അല്ല, അതിന്റെ കമന്റ് നോക്കിയാൽ മതി. ഇപ്പം കേരളത്തിനെ കുറിച്ച് നല്ലൊരു സാധനം വന്നാലും കമന്റുകൾ 100% ചോദിച്ചു വരും. അതിന്റെ താഴെ കുറേ ഉണ്ട്. പക്ഷെ അത് ഒരു ഇതില് എന്ന് വെച്ചാൽ മലയാളീസിനും ചിലപ്പോഴൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ചില സമയത്തൊക്കെ ഈ ഇപ്പൊ മതസൗഹാർദ്ദമൊക്കെ തന്നെ കുത്തി കയറ്റും. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അല്ല, അനാവശ്യമായിട്ട് ചിലപ്പം കുത്തി അങ്ങ് കയറ്റും. ചില സിനിമകളിലൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആവശ്യമുണ്ടോ കൊണ്ടങ്ങ് കയറ്റി വയ്ക്കും. ഫോഴ്സ്ഡ് ആക്കും. നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുകയാണ്. പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു പള്ളിയിലച്ഛൻ മെയിൻ ആയിട്ട് കാണും. ഇപ്പം ഒരു ഹിന്ദു മതത്തിലുള്ള നായകനാണെങ്കിൽ അവിടെ ഒരു പള്ളിയിലച്ഛൻ കാണും. ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്തായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ ഒരു വെളിച്ചപ്പാട്, ചിലപ്പോ അവർ രണ്ടുപേരും മറ്റേ അതിലൊക്കെ ഇവര് ഒരുമിച്ചാണ് പോകുന്നത്. അതൊന്നും അവര് നമ്മള് അപ്പൊ കണ്ടുവരുന്ന ഇങ്ങനെ മതസൗഹാർദ്ദം. നമുക്ക് പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്. അതൊരു ക്രിസ്ത്യൻ മതത്തിലുള്ളത് പള്ളിയിലച്ഛൻ, അങ്ങനെ ഒരു ഇതല്ല. നമ്മള് പള്ളിയിലച്ഛനെ കണ്ട അച്ഛന്ന് വിളിച്ച് അങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതും അതൊരു ക്യാരക്ടറാണ്. അതൊരു പണ്ടേ നമ്മളെ ഉള്ളില് ആ ഒരു ക്യാരക്ടർ ഉണ്ട്. താറാവിലൊക്കെ മറ്റേ ഭഗവതി പുള്ളി ചെയ്തിട്ട് പിന്നീട് മറ്റേ ഫിലോമിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര നഷ്ടപ്പെട്ട പ്രണയത്തിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പോഴെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ കഥ. അത് വെളിച്ചപ്പാടിന്റെ ഒരു ഇതൊന്നും നമ്മളെ ഒരു പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഒരു സാധനമൊക്കെ ഏലിയനാണ്. അത് നമ്മൾ കാണുമ്പോ വെളിച്ചപ്പാട് നമുക്ക് അറിയാം, കാരണം ഇത് നമ്മൾ കണ്ട് സെറ്റ് ചെയ്തതാ.
അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ സിനിമകളിൽ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവര് ഇപ്പം ഡയറക്ടറോ റൈറ്ററോ തന്നെ ചിന്തിക്കുമായിരിക്കും, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇത് വരും, ഒരു ഹാർമോണി വരും. ഇപ്പൊ നമ്മള് കാഴ്ചക്കാര് കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇങ്ങനെ രണ്ട് ഇത് അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള പണ്ടത്തെ പോലെ ഓർഗാനിക് അല്ലാതെ ഇപ്പോഴൊരു കുറച്ചും കൂടി കാണിക്കാൻ വേണ്ടി കാണിക്കണ പോലെ തോന്നാറുണ്ട്. അത് ഇപ്പോഴും ഈ വർഗീയതയും ഫോഴ്സ്ഡ് ആയിട്ട് തോന്നാറുണ്ട്, ഇതും ഫോഴ്സ്ഡ് ആയിട്ട് തോന്നാറുണ്ട്. എനിക്ക് എന്താ മൊത്തത്തിലൊരു അതല്ല, അത് ഇപ്പോഴത്തെ ഒരു ഇതില് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സെക്യുലാരിറ്റിയുടെ ഇതില് ഇപ്പം അവർക്ക് വ്രണപ്പെടാത്തവരും വ്രണപ്പെട്ട് തുടങ്ങി. ധ്രുവീകരണം ഇത്തിരി കൂടുതലാണ് പോളറൈസേഷൻ. ഇപ്പം ബാക്കിയുള്ളവർക്ക് ചിലപ്പം അവർക്ക് ഇൻഫ്ലുവൻസ് കാണുമല്ലോ. സൗഹാർദ്ദം ഇങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് കൊടുത്താലും അത് ഒരു ഇവർക്ക് ഒരു ക്ലീശേ സാധനം തോന്നൂലേ? ആൾക്കാരെ കാണുമ്പോ തോന്നും ക്ലീശ, കാണുമ്പം അവർക്ക് ഒരു ദേഷ്യം തോന്നൂലേ? ഒരുപാട് എപ്പോഴും കാണിക്കുന്നത് എപ്പോഴും തന്നെ കാണിച്ചോണ്ടിരിക്കണം. അങ്ങനെ കാണിക്കണം മീൻസ് അതിപ്പം മാറിക്കൊണ്ടിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴും അത് കാണിച്ചോണ്ടിരിക്കണമെങ്കിൽ അത് പൊളിറ്റിക്സ് മാറി എന്നുള്ളതാണ് അർത്ഥം കാണിക്കുന്നത്. അപ്പം അടുത്ത വിഷുവിന് ഈ മന്തിക്കടകളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു കുറെ പ്രശ്നങ്ങൾ തുടങ്ങി, നമ്മൾ ഹിന്ദുക്കളും ഉണർന്നു തുടങ്ങി. അതുകൊണ്ട് നിങ്ങള് ക്രിസ്മസിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 2-5 മാസം ഇല്ലേ നോക്കാം. അല്ല, ഇത് നമ്മളുടെ ഒരു അനാലിസിസ് ആണ്. ചിലപ്പോ നിങ്ങൾക്ക് വേറെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് അങ്ങനെ ഇതൊരു ഇതായിട്ട് അങ്ങനെ വ്രണപ്പെട്ടതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇവൻ വ്രണപ്പെട്ടെങ്കിലും നിങ്ങളൊന്ന് കുറച്ച് മാപ്പ് കൊടുക്കുക. അവർ അങ്ങനെ ഒരു ബാഡ് ഇന്റൻഷനിൽ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്നും. ആൾക്കാരെ വെറുതെ ഹരാസ് ചെയ്യുകയും ഇത് ഞാൻ ചെയ്യാതിരിക്കുക. അവര് നല്ല ഉദ്ദേശത്തിൽ കൊടുത്തതാണ്. ദൈവം ഫിഗേഴ്സ് ഇൻ എല്ലാ റിലീജിയനിലും ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിപ്പോയി. യൂസ് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ കണിക്കൊന്ന് വയ്ക്കുക, വിളക്ക്. അമേരിക്കയിലൊക്കെയാണെങ്കിൽ നമ്മള് ജീസസ് ക്രൈസ്റ്റിനെ വെച്ച് എന്തൊക്കെ കാണിക്കുന്ന അറിയാം. അതൊരു ക്രിസ്ത്യൻ നേഷനാണ്. അതില് ഇപ്പൊ നമ്മള് യേശു ക്രിസ്തുവിന്റെ ക്രിസ്മസിനുണ്ടല്ലോ ഒരു കരോളിന് പിള്ളേര് എല്ലാരും കൂടെ മറ്റേ രാവണൻ, കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടർ എല്ലാം കൂടെ വന്ന്. അപ്പോഴതില് കമന്റ്സ് ഒക്കെ, യേശു വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? മറ്റേ എല്ലാരും ഉണ്ട്, അസുരൻ എല്ലാരും ഉണ്ട്. അല്ല, ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പം അവർക്കറിയുന്നുള്ള ആരും ഇതേപോലെ പിള്ളേരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേര് കരോള് പോലത്തെ സെറ്റപ്പ് പോകുമല്ലോ. അപ്പൊ അവര് സ്വന്തമായിട്ട് കുറച്ച് പോക്കറ്റ് മണിക്ക് വേണ്ടി കരോള് സെറ്റപ്പ് ആക്കിയിട്ട് എല്ലാ വീട്ടിലും പോയെന്ന്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോഴത്തേക്കും അവര് ഇറങ്ങി ഒന്ന് ചീത്തയൊക്കെ വിളിച്ചത്, നിങ്ങൾ നമ്മളുടെ കൾച്ചറിനെ ഇതാക്കുകയാണ്, ഇതിനൊക്കെ ഒരു ബൈബിളിൽ ഒരു അർത്ഥമുണ്ട്, കരോളിനൊക്കെ നിങ്ങൾ ഇത് കാശിന് വേണ്ടി നമ്മളുടെ മതത്തിനെ അഭിഷേപിക്കണം എന്ന് പറഞ്ഞിട്ട് താറ്റി വിട്ടാന്ന്. ഭയങ്കര ഇതായിരുന്നു. അത് ഇവിടുത്തെ തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ റെനൗണ്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇതും ആളുടെ വീടും കൂടിയാണ്. ഈ ബേക്കിങ്ങിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവര് ഇതേപോലെ ആട്ടി വിട്ടെന്നാണ് കേട്ടത്. അവർക്കും ഇപ്പം പ്രശ്നമായി. പണ്ട് നമ്മള് കരോളൊക്കെ ഒരു രസമായിരുന്നു. നമ്മളിങ്ങനെ നോക്കുമായിരുന്നു എല്ലാ വീട്ടിലൊക്കെ. നമ്മളിങ്ങനെ എല്ലാ വീട്ടിലും സ്റ്റാർ തൂക്കുമായിരുന്നു, ക്രിസ്മസ് സ്റ്റാർ തൂക്കുമായിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി സാധനമായിരുന്നു ക്രിസ്മസ്. പിന്നെ 10 ദിവസം അവധി, അതൊക്കെ ഫെസ്റ്റിവലാണ്. അത് നല്ലൊരു ഓർമ്മയാണ് എനിക്ക്. ക്രിസ്മസിന്റെ ആ ഒരു ഫെസ്റ്റിവലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓണം ഇഷ്ടമാണ്, ക്രിസ്മസിന് ടൈമും ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ ഏറ്റവും ഇഷ്ടം സമ്മർ വെക്കേഷൻ. അതെ അതെ. പിന്നെ നമ്മളെ ഇതിലെന്ന് പറഞ്ഞാൽ പേരിനൊക്കെ ഉള്ളൂ ഈ ക്രിസ്ത്യനും മുസ്ലിം ഒക്കെ എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ കുറവാ. ഇവിടെ പോപ്പുലേഷന്റെ ഇത് വെച്ചിട്ട് കുറവാ. നമ്മള് നിതിനാണ് ഉള്ളത്. നിതിന്റെ അവിടെ നിതിന്റെ അവിടെ വെച്ചിട്ട് നമ്മള് ക്രിസ്മസ് ടൈമിൽ പോകുമ്പോഴ് വൈൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോഴ് സന്തോഷം അവിടെ വന്നിട്ട് സന്തോഷന് കേറാൻ ഒരു മടി. എടാ കുപ്പി നിതിൻ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഗ്ലാസ്സിൽ കുറച്ച് വൈൻ കുടിക്കാൻ തരാം. അപ്പോഴത്തേക്ക് നന്ദുകൃഷ്ണൻ അതോടെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് വിളിച്ചിട്ട് ഒരു കുപ്പി വന്നിട്ട്
അത് ശരിക്കും നടന്നതാണ്. നമുക്ക് അവൻ തരണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഷോർട്ട് ഗ്ലാസ് ഇല്ലേ, അത് വീട്ടിലുള്ള ഇൻസ്റ്റന്റ് വൈനാണ്, ഷോർട്ട് ഗ്ലാസ്സിലാണ് തരണം. അതിനൊരു എരിവുണ്ട്, കറിവേപ്പട്ടയൊക്കെ ഇട്ടിട്ട് അത് കുടിക്കാൻ പോയപ്പോഴത്തേക്ക്. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മള് പള്ളിയില് ഫുഡ് കഴിക്കാൻ പോയത്. നമ്മള് ട്യൂഷൻ കഴിഞ്ഞിട്ട് നിതിന്റെ അവിടെ നിതിൻ വന്നായിരുന്നു. അതെന്ന് പറയുമ്പോൾ നമ്മള് ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ നിതിന്റെ വീട്ടിലായിരുന്നു. നിതിന്റെ വീട്ടിലായപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിതിൻ പറഞ്ഞു, എടാ പള്ളിയിലോട്ട് പോവാ, നമുക്ക് കഴിക്കാം, അവിടെ ഒരു ചടങ്ങുണ്ട് കഴിക്കാന്ന്. ബിരിയാണി അഫ്കോഴ്സ് നമ്മൾ വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിച്ച്. ഒരു അവധി ദിവസം, ഞായറാഴ്ച എന്തോ ദിവസമായിരുന്നു, നമ്മളൊക്കെ പോയി കഴിച്ച. ആരാ സ്കൂളിലൊന്ന് പറഞ്ഞു കൊടുത്തടാ. നമ്മളിത് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മള് ട്യൂഷന് പോകുമായിരുന്നു മാത്സ് ടീച്ചറെ വീട്ടിൽ, പേരെന്ന് ഞാൻ പറയുന്നത്. അപ്പം അത് അവര് താമസിച്ചിരുന്നത് ഒരു കടയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ട്യൂഷൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പള്ളിയിൽ തന്നെ ഉള്ള ഒരാളുടെ ബിൽഡിംഗ് ആണ് അത്. അവിടെ താഴെ ഒരു സ്റ്റേഷനറി കടയും ബേക്കറി ഒക്കെ ചേർന്ന ഒരു കടയാണ്. അതെവിടെ ആവാമല്ലോ. അപ്പൊ ഇവര് എന്നിട്ട് മോളിൽ പോയി കൊളുത്തി കൊടുത്തു, നിങ്ങളുടെ ട്യൂഷൻ പിള്ളേരൊക്കെ അത് ആ പള്ളിയിൽ നിന്ന് ഫുഡ് കഴിക്കണത്. ഒരു ടെററായടാ നമ്മളെടുത്ത്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്ത് പ്രശ്നം, നിതിൻ വിളിച്ചു പോയി പള്ളിയിൽ പോയി കഴിച്ചു. പക്ഷെ ഇത് വലിയ ഇതാക്കി. അത് വേറെന്തോ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആവട്ടെ, പള്ളിയുടെ പരിപാടി ആയിരുന്നില്ല. അപ്പൊ അവര് വിചാരിച്ചത് നമ്മൾ ചിലപ്പം കൂമ്പനടിച്ചെന്നായിരിക്കും വിചാരിച്ചത്. എന്തായാലും അത് ഇത്തിരി ഇതായി, നമുക്ക് കുറച്ച് ചീത്തയായി കിട്ടി. നമ്മൾ ആലോചിച്ചു, തിന്നും പോയി, ബിരിയാണിയുടെ മണമൊക്കെ അപ്പോഴും കയ്യിലുണ്ട്. അല്ല, അവൻ ഇടയ്ക്ക് പിന്നെ ഒരു ഇതിനൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, അവിടുത്തെ ഫംഗ്ഷൻ ഒക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ഒരു സാധനം നമുക്കും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരിടത്ത് പോയി ഇങ്ങനെ ഫുഡ് കഴിക്കണേനോ അല്ലെങ്കിൽ അവിടെ പോയിക്കൂടെന്നോ ആ ഒരു നമ്മളുടെ ബ്രെയിനിൽ അത് ഇല്ല, ആ ടൈമിൽ ഇല്ല. അത് ആ കാലഘട്ടത്തിന്റെ ഒരു ഇതാണ്. പക്ഷെ ഇപ്പോഴും അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം ആ ബ്രെയിനിൽ അത് വരും. ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചടങ്ങല്ലേ, അങ്ങനെ ഒരു ഇതല്ലേ, അങ്ങനെ ഒരു ഇത് വരാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടെ വെച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു സാധനം പുഷ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അതൊരു പ്രശ്നം കൂടെ. പിന്നെ നമുക്ക് കിട്ടണ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം പോലെ ആയിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. ചിലപ്പം അവിടെയൊക്കെ നോർമലായിട്ട് നമ്മളെ പോലെ ആയിരിക്കുന്ന ആൾക്കാരൊക്കെ നടക്കണേക്ക്. ഇപ്പോഴത്തെ സാധനം കിട്ടുമ്പോ ഇതല്ലേ കിട്ടണേ. അതായിരിക്കും എനിക്ക് തോന്നിയത്. ഇതൊന്നും ആൾക്കാർ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര ഒരു പ്രശ്നമാക്കി ഇല്ല. അത് ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം അല്ലെന്നാണ് എനിക്ക് തോന്നണത്. അത് ഇത്രയും ഒരു മാർച്ച് നടത്തേണ്ടയും അങ്ങനെ ഒരു എന്താ ഒരു എന്തോ മതപരമായിട്ട് ഭയങ്കര ഒരു പ്രശ്നത്തെ അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ചിലപ്പോൾ റിയാലിറ്റിയിൽ അങ്ങനെ നടക്കുന്നില്ലായിരിക്കും. പക്ഷെ ഇതില് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം, ഇങ്ങനെ ഒരു സാധനം പുഷ് ചെയ്യാം, ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ടെന്ന് ആൾക്കാരിൽ എത്തിക്കാം. ഇത് ഭയങ്കര പ്രശ്നമാണ്. അവരിത് മനഃപൂർവ്വമല്ല ചെയ്തതെന്നും നമുക്ക് വിശ്വസിക്കാം. ഒരു ഇതുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ, ബിസിനസ് അല്ലേ, ബിസിനസ് കളയണ രീതിയിൽ ഇങ്ങനെ ചെയ്യും. എന്തായാലും ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അതെ, ഇത് കണ്ടിട്ടുള്ളവർക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നിയെന്നുള്ളത് എന്തായാലും കമന്റിൽ അറിയാം. നിങ്ങൾക്ക് ഇനി വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക, ചീത്ത വിളിക്കാതെ പറയുക, നല്ല ഇതില് പറയുക. നിങ്ങളുടെ മതത്തിന്റെ പഠിച്ച സാധനം വെച്ചിട്ട് ആ ഒരു കൾച്ചറിൽ എഴുതുക. അപ്പൊ ഇത് പറയുമ്പോഴാണ് വേറൊരു പോസ്റ്ററിന്റെ കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സജഷൻ അവർ കേട്ടു എന്നുള്ളത് കേട്ടു. അപ്പൊ തന്നെ വേണ്ട ഐഡിയ കിട്ടേണ്ടതൊന്നും വേണ്ട. അല്ല, അത് നമ്മള് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോഴും അത് നല്ല രീതി. ഇപ്പം ശ്രീകാന്തും വിനുവാണ് അത് പറഞ്ഞപ്പോഴ് അതേപോലെ തന്നെ വന്നു. ആ ഒരു പെർസ്പെക്റ്റീവ് അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞത്. പക്ഷെ പുള്ളി അത് കേട്ട് കേട്ടോ. പുള്ളി അത് കേട്ടത് നടപ്പാക്കുകയും ചെയ്തു. വിപിൻ ദാസ് നമ്മളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് അറിയുന്നതിൽ നമുക്ക് വളരെ നന്ദി. ഇന്ന് നമ്മള് ഒഫീഷ്യലി വിളിക്കാനൊന്നും നിൽക്കേണ്ട, എന്തെങ്കിലും ഒരു ചാൻസും വേണ്ട. അല്ല, ചാൻസ് അല്ല, ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇവിടെ വരിക സംസാരിക്കാൻ. അതൊരു ഒഫീഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് എടുക്കുക. കേൾക്കുകയാണെങ്കിൽ വരിക, തിരുവനന്തപുരത്തുള്ളപ്പോൾ അറിയിച്ചാൽ മതി. നമുക്ക് വാഴയെ കുറിച്ചും വാഴ 3നെ കുറിച്ചും ഗഗനമായിട്ട് സംസാരിക്കാറുണ്ട്. കുറെ ഉണ്ട്. വാഴ 3യുടെ പോസ്റ്ററാണ്. വാഴ 3യുടെ പോസ്റ്ററാണ്.
അപ്പൊ അതിലും അതിന്റെ താഴെയും കുറച്ച് പ്രശ്നങ്ങളായി. അതായത് വാഴ 3 എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ 3 എന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ കമന്റ് ഫുള്ള് ഭയങ്കര ആഘോഷമായി. തീയും ലവോ നമ്മള് മാത്രമാണ് ഇടാത്ത ഏക ഇൻഫ്ലുവൻസർ. അത് കണ്ടുകൊണ്ട് നമ്മുടെ മറ്റേ കോടാലി ചോദിക്കൂലേ, സ്വർണ്ണ കോടാലി വേണോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞത് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും കോടാലിക്ക് വേണ്ടി ഇറങ്ങുന്നു. അത് മറ്റേ പാൻ ഇന്ത്യന്റെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഇൻസ്റ്റാഗ്രാം വീഡിയോ ആയിരിക്കും. അപ്പൊ മക്കളെ മൊത്തം എടുത്തു. അല്ല ഞാനും കണ്ടടാ, എനിക്കിത് ചുമ്മാ കയറി നോക്കി അപ്പൊ ഫുള്ള് മറ്റേ ടിക്കറ്റ് അക്കൗണ്ട് ഇങ്ങനെ കമന്റുകൾ വന്നോണ്ടിരിക്കും. നമുക്കറിയാന്നുള്ളവരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എങ്കിൽ ഞാനും ഇട്ടേനെ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എല്ലാരും ഇങ്ങനെ ഇടുന്ന, അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതില് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ല അത് ഇട്ടേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച വീണ്ടും ഈ ബോയ്സിനെ വെച്ച് ഒരു സാധനമാണെന്ന് വിചാരിച്ചാണ് എല്ലാരും ഇട്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പോസ്റ്റർ ഇറക്കിയത്. അപ്പൊ അതില് പറയുന്നുണ്ട് ഇത് ബില്യൺ ഗേൾസ്. അതിന്റെ കമന്റ് ആണ് പിന്നീട് കുറച്ച് ചർച്ചാ വിഷയമായത്. വെച്ച് കഴിഞ്ഞാൽ അതില് ഫുള്ള് ഈ എന്താ പുരുഷന്മാരുടെ ആധിപത്യം ആയിരുന്നു, ആ ഒരു സംഭവമായിരുന്നു. അതില് എന്താണ് മെയിൻ ആയിട്ട് പറയണത്, ഇതെന്തോന്നു ഒരു കഥയിരിക്കുന്നു, ഇവരുടെ മൂഡ്സിങ്സും പീരീഡ്സിന്റെ ഡെലിവറിയുടെ ഒക്കെ കഥയാണോ പറയുള്ളത് എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് കമന്റുകൾ വന്നിരിക്കുന്നത്. അല്ലെ നമ്മൾ വാഴയെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, നോക്കിയാൽ അതൊരു ടോപ്പ് കമന്റ്. മോഡറേറ്റർ പുള്ളിക്കാരി അത് നല്ല രസമുണ്ട് എഴുതിയത്. അത് വായിച്ചപ്പോഴത്തേക്കും ശരിയാണ്. അവർക്ക് എൻ്റെ ഒരു ഫ്രണ്ടും ഇതേപോലെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ, അവരിത് പറയുന്നത് ശരിയാണ്. ഇപ്പം നമ്മള് ഇപ്പം ഞാനിപ്പം വീട്ടിൽ പറയാൻ തന്നെ ഇറങ്ങി വന്നാ ആരും വിളിക്കൂല. ഞാനിപ്പോൾ രാത്രി വന്നില്ലെങ്കിലും അവർ വിളിക്കില്ല. ചിലപ്പോൾ നാളെ ഉച്ചയ്ക്കായിരിക്കും എന്നെ വിളിച്ച് ചോദിക്കണം എവിടെയാണെന്നുള്ളത്. അവർക്കത് പ്രശ്നമില്ല. നമ്മൾ എവിടെ പോയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. നമ്മൾ പയ്യന്മാരുമായിട്ട് അപ്പം നമുക്ക് സ്റ്റോറി ഉണ്ടാവാനും എക്സ്പീരിയൻസ് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. വീട്ടിലിരിക്കണമെങ്കിൽ നമുക്ക് അങ്ങ് പോവാം. പക്ഷെ അവർക്ക് ആ ഒരു സാധനം കിട്ടാറില്ല. അപ്പം അതും ഒരു സാധനമാണ്, ഇഷ്യൂ ആണ്. ബിപിൻ ദാസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്നായി പോരുത് സിനിമ. അതൊരു കാര്യമാണ്. നമ്മൾ അതില് സംസാരിച്ചു, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ഇത് എന്ന് വെച്ചാൽ ഇത് അപ്പോഴും സംസാരിച്ചപ്പോൾ ഇതൊരു ഗേൾസിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴും അത് അങ്ങനെ ആവോന്ന് വിചാരിച്ചില്ലല്ലോ. ഇതൊരു റൈറ്റർ, ഒരു സ്ത്രീ റൈറ്റർ എഴുതണം, അതൊരു ഡയറക്റ്റ് ചെയ്താലേ ആ ഒരു കറക്റ്റ് POVയിലോട്ട് പോവുള്ളൂ, എന്നാലേ ഒരു ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം മെയിലാണ് എഴുതുന്നതും ഡയറക്റ്റ് ചെയ്യണതും. അപ്പൊ അവര് അത്രയും റിസർച്ച് ചെയ്ത് എടുക്കണം. അവരുടെ ഒരു ഇതെന്താണെന്ന് അറിയണം, സ്ട്രഗിൾസും അല്ലെങ്കിൽ അവരുടെ ഇൻസൈഡ് ജോക്സ് ഒക്കെ കാണുമല്ലോ നമുക്കറിയാത്ത. ഇപ്പം ഇൻസൈഡ് ജോക്സ് അല്ല, പക്ഷെ അത് ഇപ്പം നമുക്കിപ്പോ ഒരു കഥ കേട്ടാലേ നമ്മുടെ രീതിയിൽ അത് കേൾക്കും. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇപ്പൊ നീ ഇപ്പൊ ഒരു റിയൽ ഇൻസിഡന്റ് നടന്നു, ആ റിയൽ ഇൻസിഡന്റ് ഇപ്പൊ എന്റെ അടുത്ത് വിവരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ പ്രോസസ് ചെയ്യണത് വേറെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് സിനിമ വരുമ്പോ അറിയാം. അപ്പൊ പക്ഷെ നമ്മൾ അതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ പോസ്റ്റർ ഉണ്ടായിരുന്ന കമന്റ്സ്, അതിലൊരു ഹെയ്റ്റ് ഉണ്ടല്ലേ, ചെറിയ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ള. ഞാൻ നോക്കിയപ്പോ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ വീണ്ടും കത്തി കാണും. അല്ല, ഇപ്പൊ കഥ ഇല്ലാത്തത് അവരെ പെർസ്പെക്റ്റീവിൽ കഥ കാണൂല. ഇതേപോലെ മെയിലിന്റെ ഒരു ഇത് മാത്രമാണ് നല്ല റിലേറ്റീവ് സാധനം. ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പറയുന്നത് അത് അവർക്ക് ഇത് ഗേൾസിന്റെ ചിലപ്പം അറിഞ്ഞൂടാത്തോണ്ടായിരിക്കാം. അവര് ചിലപ്പോൾ നല്ല ഫീമെയിൽ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അല്ലാതെ അവർക്ക് ഇഷ്ടംപോലെ നമ്മളെ പോലെ തന്നെ കഥകളുണ്ട്. അവരുടെ സർക്കിളിൽ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇല്ല, അത് അവര് എങ്ങനെയാണ് കാണിക്കുന്ന പോലെ ഇരിക്കും. എന്തായാലും ഒരു ഫ്രഷ് സാധനം ആയിരിക്കും അത്, അല്ലേ നമ്മളെ സംബന്ധിച്ചിട്ട്. അതിന് അൺവാണ്ടഡ് ഹെയ്റ്റ് ഒന്നും കൊടുക്കാതിരിക്കുക, വെറുതെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അവിടെ കാണിക്കാതിരിക്കുക. അതില് മറ്റേ ഇത് കമന്റ് ഒക്കെ ഉണ്ട്, മറ്റേ ഇങ്ങനെ സ്ത്രീകൾക്ക് എന്താണ് പറയാനുള്ളത്, മറ്റേ ഇതാണ് എന്താ മൂഡ് സിങ്സ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറ്റേ ഇവര് താഴെ ഇതില് വാഴ 2 പിന്നെ ഉള്ളത് മറ്റേ ഡ്രഗ് അബ്യൂസ്, അടി പിടി ഇതൊക്കെ അല്ലേ ഉള്ളൂ. ഹോളിവുഡിലൊക്കെ എന്തുമാത്രം ഇങ്ങനത്തെ ഗേൾസിന്റെ പെർസ്പെക്റ്റീവിൽ എന്തുമാത്രം ഹോളിവുഡല്ലേ മറ്റേ സെക്സ് എഡ്യൂക്കേഷൻ എടുത്താൽ അതിലൊരു ലെസ്ബിയനോ അല്ലെങ്കിൽ ഒരു ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ അവരുടെ സ്റ്റോറി തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. പിന്നെ മീൻ ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ, മീൻ ഗേൾസ് ഉണ്ട്,
അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, ഫീൽ ഗുഡ് ആയിട്ടുള്ള എന്തുമാത്രം സ്റ്റോറീസ് ഉണ്ട്. മീൻ ഗേൾസ് പണ്ടത്തെ സാധനം. അത് പക്ഷേ ഒരു എന്താണ്, അത് നമ്മള് കാണുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ലേ എടുത്തു വെച്ചിരിക്കണം. ഞാൻ മീനുകൾ കണ്ടില്ല, എനിക്ക് മീൻ ഞാൻ കണ്ടില്ല, കണ്ടോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, ആ സാധനം ഇപ്പോഴുള്ളവരിലും ഇങ്ങനെ കിടപ്പുണ്ട് എന്നുള്ളൊരു സാധനമാണ് ഞാൻ ഇപ്പോഴുള്ള കൂടുതലുണ്ട്. പണ്ടുണ്ട്, പക്ഷെ നമ്മളൊരു സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ പണ്ട് പറഞ്ഞിട്ട് ഒരു ടൈമില്ലേ, അതിൽ നിന്നൊക്കെ ഇപ്പൊ കൊറേ മാറി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ അല്ല എക്സ്ട്രീമിസം കൂടിയെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എല്ലാം ഒരു എക്സ്ട്രീമിസം കൂടിയെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം ആയിരിക്കും പ്രശ്നമുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ പ്രശ്നമുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പഴയ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും നമ്മളെ മൂടുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വിഷമത്തിലാണ് ഇരിക്കണമെങ്കിൽ അത് കരഞ്ഞു കളയും, കരയിപ്പിച്ച് കളയും. അതല്ല റീലൊക്കെ ഇടാ, അതേപോലെ ഇങ്ങനെ വരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ടുള്ള റിലേറ്റബിൾ സാധനങ്ങൾ കുറെ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് വരണതൊക്കെ തമാശക്ക് പറഞ്ഞാണ്. വാഴ കണ്ടിട്ട് ഞാൻ ഇന്നാൾ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരുത്ത ചേട്ടനെ വിളിച്ചിട്ട് 400 രൂപ ചോദിക്കും. അപ്പൊ ചേട്ടൻ പൈസ അയച്ചു കൊടുത്തിട്ട് ചേട്ടൻ്റെ 5 രൂപ ബാലൻസ്. ഭയങ്കര സെന്റിമെന്റ് കൊള്ളാം, നല്ലൊരു റീല്. ഞാൻ നോക്കിയപ്പോ അമ്പു ലൈക്ക്. അപ്പൊ ഞാനില്ല, എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു 500 രൂപ അയച്ചു തരൂ. അല്ല ഇങ്ങനെയൊക്കെ വരും. സത്യം, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ റീലിന്റെ. വാഴ കണ്ടിട്ട് ഈ സഹോദരങ്ങളെ ഭയങ്കര മറ്റേ കണ്ടതിന് ശേഷം കുറച്ച് മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ ബിജുക്കുട്ടൻ ഒരു സാധനം പറഞ്ഞത് കേട്ടോ. അതായത് എത്രയോ വർഷമായിട്ട് ഒരു ഫാമിലി, അപ്പം 2 ആൺമക്കളുണ്ട്. ഇളയ ആള് വേറെ കല്യാണം കഴിച്ചിട്ട് അവര് മിണ്ടാതായതിനു ശേഷം ഈ സിനിമ കണ്ടിട്ട് അവര് തിരിച്ചു വിളിച്ചോണ്ട് വന്നൊക്കെ ഒരു സാധനം. പിന്നെ മറ്റേ അവരുടെ മറ്റേ വിഷുയുടെ സംഭവം ഉണ്ടല്ലോ, വിഷു പടക്കം പൊട്ടിക്കണ മറ്റേ വീഡിയോ. അത് ഒരാള് ഇതിനി കണ്ടിട്ട് ചിരിക്കാമോ ഗൈസ്, ഇനി അതിന് അനുവാദമുണ്ടോ, അനുവാദമുണ്ടോ ഗൈസ്. അല്ലാതെ ആ സാധനം ആ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ഇനി ഇത് കണ്ട് ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു റീല് അവരൊരു റിയാക്ഷൻ ഇട്ടു. ഇനി ഇത് വിഷമത്തോടുകൂടി അതിനുശേഷം അനുവാദം ഉണ്ടോ ഇനി ചിരിക്കാമോ ഗൈസ് എന്ന് പറഞ്ഞു. അല്ലടേ ഇൻസ്റ്റാഗ്രാം എനിക്ക് എൻ്റെ ഒരു ഇതില് നമ്മുടെ നല്ല രീതിയിൽ നല്ലൊരു എഞ്ചിനാണ് എനിക്ക് തോന്നിയിട്ടുള്ള, നല്ലൊരു അൽഗോരിതത്തിന്റെ സാധനം ഉണ്ടല്ലോ. പിന്നെ ഇതിനകത്തിന്റെ ഇപ്പൊ AI സാധനങ്ങളുണ്ടല്ലോ, നമ്മള് ഇടുന്നതെല്ലാം അതിനെ അറിയാം. ഞാൻ ഇന്നലെ നോക്കിയപ്പോ മോഡിജി പറയണ പ്രസംഗം ഇല്ലേ, ക്യാരക്ടർ ആയിരിക്കും മോഡിജി. നരേന്ദ്രമോദി ജി പറഞ്ഞ ഇതുണ്ടല്ലോ, പുള്ളി ഇത് തമിഴിൽ സംസാരിക്കണ്, ലിപ്പ് കറക്റ്റ്. ട്രാൻസ്ലേറ്റ് ചെയ്യണത് ലിപ്പും കൂടെ അവര് സെറ്റ് ചെയ്തിട്ടാണ് വിടണ. മറ്റേ ഓഡിയോ ട്രാക്ക് ഇല്ലേ നമ്മള് യൂട്യൂബിൽ ഓഡിയോ ട്രാക്ക് മലയാളം, അതിലിപ്പോ ലിപ്പും കൂടെ, ഇപ്പൊ മലയാളം ആണെങ്കിൽ ലിപ്പും കൂടെ കറക്റ്റ് ആക്കിയിട്ടാണ് വിടണ. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉണ്ടാ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നിനക്ക് തോന്നിയതായിരിക്കും. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ കാണിച്ചു തരാം. നിനക്ക് ഹിന്ദിയും തമിഴും ഒരേപോലെ എനിക്ക് തോന്നണം. അതുകൊണ്ട് മലയാളം അല്ലാണ്ട് ഞാൻ നോക്കിയപ്പോഴേ ഒരാൾ മോഡിജി മോഡി ഇത് പറഞ്ഞു ഇതായിപ്പോയി. അതൊരു കോമിക്കൽ രീതിയിൽ പറഞ്ഞു മോഡിജി എന്ന് പറഞ്ഞ അത് ശീലമായിപ്പോയി.
എന്ന് വെച്ചാൽ മോഡിജിക്ക് മുമ്പ് ഒരാള് സംസാരിച്ചിട്ട് മറ്റേ സെന്തമിഴില്ലേ, ഞാൻ പാത്ത് കൊണ്ട് വെക്കുന്നത്, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കണം. ഇത് മനസ്സിലും ആവണില്ല. എനിക്കാണെങ്കിൽ തമിഴിലെ റീലൊക്കെ വരും, എനിക്ക് മനസ്സിലും ആവുന്നില്ല ഇത് സെന്ത് കൊണ്ടിരിക്കും. ഒരു ഇംഗ്ലീഷ് വേർഡും ഇല്ല, പക്ഷേ ലിപ്പൊക്കെ കറക്റ്റ്. ലിപ്പ് കറക്റ്റ്. പിന്നെ നോക്കിയപ്പോഴേ ട്രാൻസ്ലേറ്റഡ് ബൈ AI. അതിൽ നോക്കിയപ്പോ ഹിന്ദിയാണ് ഒറിജിനൽ. ഹിന്ദി ഇട്ടപ്പോ സാധാ പോലെ. എന്നിട്ട് മറ്റേ ഇട്ടപ്പോഴ് തമിഴില് പറയണതും ലിപ്പ് കറക്റ്റ് ആക്കിയിട്ടാണ്. അതെനിക്ക് തോന്നുന്നു ഇലക്ഷനും കൂടെ ബേസ് ആയിട്ട് ഇറക്കിയായിരിക്കും. അതിന്റെ ഫീച്ചർ ഇപ്പോഴും അങ്ങനെയാണ്. ട്രാൻസ്ലേറ്റഡ് തമിഴെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, വേറെ ലാംഗ്വേജ് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്നത് ലിപ്പും കൂടെ കറക്റ്റ് ആക്കിയിട്ടാണ് തരണത്. ചിലപ്പോ ആയിക്കാണോ അങ്ങനെയൊക്കെ ആയി. അപ്പൊ നമുക്ക് ചെയ്യുമ്പോഴങ്ങനെ വരുമോ? അതെനിക്ക് അറിഞ്ഞൂടെ. ഞാൻ രണ്ടു മൂന്ന് അവരാ റീൽ കണ്ടത്. ഞാൻ മലയാളം കണ്ടുകൊണ്ട് നോക്കിയപ്പോ ഇടയ്ക്ക് ഇംഗ്ലീഷ് നോക്കിയപ്പോ തന്നെ ട്രാൻസ്ലേറ്റ് ആയി. അത് യൂട്യൂബ് ഷോർട്സിലൊക്കെ പിന്നെ എടുത്ത് മാറ്റണം. അത് ഓഡിയോ ട്രാക്ക്, അത് ഡബിങ് പോലെ തന്നെ പോണേ. ഇതങ്ങനെയല്ല, ഇത് ട്രാൻസ്ലേറ്റഡ് ആണ്. അതില് ലിപ്പ് കറക്റ്റ് ലിപ്പ് അവര് AI വെച്ചിട്ട് ലിപ്പ് ഇത് ചെയ്തിട്ടാണ് റീൽ ഇപ്പൊ വരണം. അത് ഭയങ്കരമല്ലേ? ആണെങ്കിൽ ഭയങ്കരമാണ്. പക്ഷെ നീ വിശ്വസിക്കുന്നില്ല. എനിക്കത് കണ്ട് നമ്മൾ പറയണതിലൊന്നും വിലയില്ല. അവര് കണ്ട് ബോധ്യപ്പെടുത്തണം. വാലിഡേഷൻ ഇല്ല. അല്ല, പക്ഷെ അത് സംഭവം എങ്ങനെ ചെയ്യണം സംഭവം തന്നെ. അപ്പൊ മൊത്തത്തില് ഇന്ന് പറഞ്ഞത് പോസ്റ്ററിന്റെ കാര്യമാണ്. അതിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് തോന്നിയത് കുറച്ച് നമ്മുടെ നാട് കുറച്ച് എക്സ്ട്രീമായി വരുന്നോ എന്നുള്ളൊരു സംശയമാണ് തോന്നുന്നത്. അതിന് അത്രയും എക്സ്ട്രീം ആയതുകൊണ്ട് ഇങ്ങനെ ഇറക്കുന്നവർ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക, കോഷ്യസ് ആവുക. നിങ്ങൾ ഒന്നും ചിന്തിക്കുക. ഹിന്ദുക്കൾ വലിയ രീതിയിൽ ഉണർന്നു. ഹിന്ദുക്കളെ മാത്രം കാര്യമല്ല, ഈ വാഴയുടെ ഇതിലുള്ള മൊത്തത്തിലുള്ള സാധനമാണ്. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. അവര് ചെയ്തെങ്കിൽ അവർക്ക് വ്രണപ്പെടുമല്ലോ എങ്കിൽ നമുക്കെന്ത് വ്രണപ്പെട്ട എന്താ കുഴപ്പം? നമ്മളും വ്രണപ്പെടും. അങ്ങനത്തെ ഒരു ഇതാണ് തോന്നിയത്. അല്ലാതെ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റേജ് ബൈറ്റിംഗ് സാധനം കൂടെയാണ്. ഈ നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നും സാധനങ്ങൾ കാണുമ്പോഴേ. അതും കൂടെ ആണെന്നാണ് തോന്നുന്നത്. അതാണ് ആൾക്കാർക്ക് പിന്നെ ഇത് ഇറർ പറ്റിയതാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവരെ ഇതൊരു മന്തിക്കടയുടെ ഇത് വെച്ചിട്ട് അവർക്കൊരു ഇന്റൻഷനലി അല്ലാതെ ഇറർ പറ്റിയാണ് അവർ മാർക്കറ്റ് ചെയ്തതെങ്കിൽ അത് ഓക്കെയാണ്. അവർ മാപ്പ് പറഞ്ഞു ഓക്കെയാണ്. പക്ഷെ ഇവരത് റേജ് ബൈറ്റിനാണ് ആ ഒരു ഇത് മനഃപൂർവ്വമാണ് ചെയ്തെങ്കിൽ അതൊരു അപകടമാണ്. അതൊരു അപകടമാണ്. കാരണം മനഃപൂർവ്വം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പേര് ഒരു ബ്രാൻഡിങ് ചിലപ്പം ഇതാവും. അങ്ങനെ ഒരു അത് ഇന്റൻഷനലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. അത് വളരെ അപകടമാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് ഒരു വെച്ചിട്ട് ഒരു നെഗറ്റീവ് വെച്ചിട്ടാണ് ഒരു കൂടുതൽ ആൾക്കാർക്ക് റീച്ച് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതൊരു കൺസേണിങ് ആണ്. അതെനിക്ക് പോലീസ് ഇപ്പൊ കേസൊക്കെ എടുത്തിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്. എന്തായാലും അത് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാര്യം നീ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു റേജ് ബൈറ്റിങ്ങിനോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആണെങ്കിൽ അത് ഭയങ്കര മിസ്യൂസിങ് ആണ്. അത് അപ്പൊ അതത്രയാണ് ഗൈസ് നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോ നിങ്ങൾക്കും ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം. പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിലോ വിയോജിപ്പുണ്ടെങ്കിലോ നിങ്ങൾ അത് പറയുക, എഴുതി അറിയിക്കുക. അതെ. അപ്പൊ അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡ് ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.